വ്യവസായി ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന പരാതിയിൽ സിനിമാ നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ജയിലിൽ കഴിയുന്ന ബോബിക്കെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്താനും സാധ്യതയുണ്ട്. ബോബി ചെമ്മണ്ണൂർ നടത്തിയ മറ്റ് അശ്ലീല പരാമർശങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിനിടെ രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ലൈംഗികാധിക്ഷേപത്തിനുള്ള BNS 75, IT ആക്ടിലെ 67 വകുപ്പുകളാണ് നിലവിൽ ബോബിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ബോബി തന്നെ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന ഹണി റോസിന്റെ പുതിയ പരാതി കൂടി ഇപ്പോൾ പോലീസിന് മുന്നിലുണ്ട്. ഈ പരാതിക്കൊപ്പം മജിസ്ട്രേറ്റ് മുന്നിൽ ഹണി നൽകിയ രഹസ്യമൊഴിയും എറണാകുളം സെൻട്രൽ പോലീസ് വിശദമായി പരിശോധിക്കും. പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹണിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മൊഴിയുടെ സ്വഭാവം പരിശോധിച്ച് BNS 78 വകുപ്പ് കൂടി ബോബിക്കെതിരെ ചുമത്താനും സാധ്യതയുണ്ട്. സ്ത്രീകളെക്കുറിച്ച് ബോബി നടത്തിയ മറ്റു അശ്ലീല പരാമർശങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അതിന്റെ കാരണക്കാരൻ രാഹുൽ ഈശ്വറാണെന്നും ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ PR ഏജൻസികളും രാഹുലും തനിക്കെതിരെ ആസൂത്രിതമായി പ്രവർത്തിക്കുകയാണെന്നും കുറിപ്പിൽ പറയുന്നു. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും ഹണിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. ഹണി റോസിനെതിരെ ഞാൻ ഒരു വാക്കോ ഒരു വരിയോ മോശമായി പറഞ്ഞു എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാട്ടാൽ എന്നെ വിചാരണ പോലും കൂടാതെ ജയിലിലിടണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഹണി റോസിനെ വിമർശിച്ചുകൂടാന്നൊരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഹണി റോസ് മദർ തെരേസ ഒന്നും അല്ലല്ലോ. കാക്കനാട് ജയിലിൽ കഴിയുന്ന ബോബിയുടെ ജാമ്യാപേക്ഷ ഇനി ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതിനു മുൻപ് സർക്കാരിന്റെ നിലപാടും ഹൈക്കോടതിയിലെത്തും. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വ്യാഴാഴ്ചയാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതി റിമാൻഡ് ചെയ്തത്. മീഡിയ 1 കൊച്ചി.